അന്യാസേ യൊറബോൺ. ഇന്നത്തെ വീഡിയോയിൽ 2016 റിലീസ് ആയിട്ടുള്ള ഡെസൻഡൻസ് ഓഫ് ദ സൺ എന്ന ഡ്രാമയിലെ സോങ് ഹ്യെ ക്യോ ആക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ലുക്കാണ് കേട്ടോ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോൺ ജോങ് എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത്. ഇതില് യൂസേജിൻ എന്ന് പറയുന്ന ഒരു സോൾജിയറിന്റെ ക്യാരക്ടറാണ് സോൺ ജോങ് ആക്ട് ചെയ്തേക്കുന്നത്. സോ ഹ്യെ ക്യോ എന്ന് പറയുന്ന ആക്ട്രസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സർജന്റെ ക്യാരക്ടറാണ് ആക്ട് ചെയ്തേക്കുന്നത്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സോൾജിയറിന്റെയും അതേപോലെ തന്നെ ഒരു ഡോക്ടറിന്റെയും കഥയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. സ്റ്റോറിയുടെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇവരുടെ പ്രൊഫഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ഇവരുടെ ആ ഒരു പ്രണയം വേണ്ടാന്ന് വെക്കുകയാണ്. പിന്നീട് സ്റ്റോറിയുടെ ഒരു എൻഡിങ് ഒക്കെ ആകുമ്പോഴേക്കും ഇവർ പിന്നീട് വീണ്ടും റിലേഷൻഷിപ്പിലാവുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇതിലെ സെക്കൻഡ് ലീഡ്സ് കപ്പിൾ ഉണ്ട് കേട്ടോ. അവരുടെ സ്റ്റോറിയും ഇതിന്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതും കാണാനായിട്ട് നല്ല രസമാണ്. ശരിക്കും ഈ ഡ്രാമ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കാരണം അവരുടെ ആ ഒരു ഡോക്ടർ ലൈഫും സോൾജിയർ ലൈഫും രണ്ടും ഡിഫറെൻ്റ് ആണല്ലോ. ഇവര് തമ്മിൽ പ്രണയത്തിലായ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ ഇവരുടെ കെമിസ്ട്രി കാണാനും നല്ല രസമാണ്. ത്രില്ലർ ആൻഡ് റൊമാൻറ്റിക് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ജോണറൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടാവും. പിന്നെ അടുത്തത് ഇതിലെടുത്ത് പറയേണ്ടത് ഇവരുടെ സോങ്സ് ആണ്. ഈശ്വര, ഓരോന്ന്, അതായത് എല്ലാം ഒന്നിലൊന്ന് മെച്ചം സോങ്സ് ആണ് കേട്ടോ ഇവർക്കുള്ളത്. എനിക്കിതിലെ സോങ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. എല്ലാ സോങ്സും എനിക്കിഷ്ടമാണ്. കേട്ടിരിക്കാനായിട്ട് ഭയങ്കര ഫീലാണ് കേട്ടോ നമുക്ക് ഈ ഓരോ സോങ്സും തരുന്നത്. മെയിനായിട്ട് ഇവരുടെ മേക്കപ്പ് ലുക്ക് ഉണ്ടല്ലോ, നമുക്ക് ചെയ്താലും ചെയ്യാത്ത പോലെ ഉണ്ടാവും. അത് സിമ്പിൾ ആയിരിക്കും ഇവരുടെ മേക്കപ്പ് ഒക്കെ. ഈ ഡ്രാമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സോൺ ജോങും സോങ് ഹ്യെ ക്യോനും റിലേഷൻഷിപ്പിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഇത്രയും വർക്കൗട്ട് ആവാൻ കാരണം. പിന്നീട് അവര് 2017 മാരീഡായി. പക്ഷെ അതെന്തോ സക്സസ് ആയില്ല. ഒരു 2019 ആയപ്പോൾ അവര് ഡൈവോഴ്സ് ആവുക ചെയ്തത് കേട്ടോ. പിന്നീട് സോൺ ജോങ് വേറെ മാരേജ് കഴിഞ്ഞു. ഇപ്പോൾ ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവരുടെ ഡ്രാമാസ് ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. മെയിനായിട്ട് ഇവരുടെ സ്റ്റോറീസ് ആയിരിക്കും ഹൈലൈറ്റ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഈ സോങ് ഹ്യെ ക്യോന്റെ ഡ്രാമ കണ്ടത് ദ ഗ്ലോറി എന്ന് പറഞ്ഞ ഡ്രാമയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ്. നമ്മുടെ ഇവിടുത്തെ സമാന്ത, നയൻതാര, ഇതേപോലൊരു വലിയൊരു ആക്ട്രസ് ആണ് കൊറിയയിൽ സോങ് ഹ്യെ ക്യോ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്രാമാസിനൊക്കെ ആൾക്കാർ കാണാനായിട്ട് നല്ല വെയിറ്റിംഗ് ആണ്. ഈ ഡ്രാമ എനിക്ക് എന്തുകൊണ്ട് സ്പെഷ്യലാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇതെൻ്റെ ഫസ്റ്റ് കെ ഡ്രാമയാണ്. ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കെ ഡ്രാമയാണ് ഡെസൻഡൻസ് ഓഫ് ദ സൺ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഫസ്റ്റൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് ഈ സീരീസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അയ്യോ എന്നാ സ്റ്റോറിയാ, എന്നാ ലുക്കാ ഇതിത്തെ ആക്ടറിനെയും ആക്ട്രസിനൊക്കെ കാണാൻ എന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഭയങ്കര രസമല്ലേ ഇവരെ കാണാനായിട്ട്. ഇവരുടെ സ്കിന്നായിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, നല്ല ഭംഗിയാലേ കാണാനായിട്ട്. എന്തായാലും എനിക്ക് സീരീസ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിലൊരു 16 എപ്പിസോഡ്സ് ഉണ്ട്. എല്ലാ എപ്പിസോഡ്സും ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ജോണറ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഡ്രാമ ഇഷ്ടമാവും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഡ്രാമ പോയി കാണുകയല്ലേ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എങ്ങനെ കോമോ യോങ്ങിന്റെ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. 안녕히 계세요.